പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങാൻ പോവുമല്ലേ? ഈശോയെക്കുറിച്ചൊന്ന് ധ്യാനിക്കുക. ഈശോയുടെ സ്നേഹത്തെപ്പറ്റി ഒന്ന് ധ്യാനിക്കാം. നിൻ്റെ ഉറക്കം ഏറ്റവും സമാധാനപൂർണമായി തീരട്ടെ എന്ന് ആശംസിക്കുക. നന്നായി ഉറങ്ങാനും ക്ഷീണം മാറി നാളെ നല്ലതുപോലെ നിൻ്റെ ജോലികളും നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കൃപ കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. വചനമുണ്ട്, സങ്കീർത്തനം 4:8. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. പ്രശാന്തമായി കിടന്നുറങ്ങും. നിന്നെ ഇപ്പോൾ ആകുലതപ്പെടുത്തുന്ന ഏതെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ഈശോയിലേക്ക് കൊടുക്കുക. ഈശോ എന്താ പറഞ്ഞേക്കണേ വചനത്തിലൂടെ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞേ. ആ ഈശോ നിന്നോടിപ്പോൾ പറയുകയാണ്, നീ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട, എല്ലാം ഈശോയിലേക്ക് കൊടുക്കുക. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിൻ്റെ വാക്കിൽ നിനക്ക് പിഴച്ചു പോയിട്ടുണ്ടാകാം. നിൻ്റെ വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും നീ വേദനിപ്പിച്ച് പോയിട്ടുണ്ടാകാം. വിട്ടുകള, ഈശോയ്ക്ക് കൊടുക്കുക. നിൻ്റെ പ്രവൃത്തികളിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ടാവാം. വിഷമിക്കണ്ട, ഈശോയ്ക്ക് കൊടുക്കുക. നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. ടെൻഷൻ അടിക്കണ്ട, ഈശോയ്ക്ക് കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ പാപപ്പിഴകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റബോധവും നിരാശയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാകാം. വിട്ടുകള, ഈശോ ഏറ്റെടുക്കും. ഈശോയിലേക്ക് കൊടുക്കുക. ഒന്ന് ഉള്ളുകൊണ്ടൊന്ന് അനുദപിച്ചാൽ മതി, ഈശോ നിന്നെ ഏറ്റെടുക്കും. അപ്പോൾ ഇന്ന് സമാധാനപൂർണമായൊരു ഉറക്കം ആശംസിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സിലും ജീവിതത്തിലും അങ്ങ് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എൻ്റെ ആകുലതകൾ ഏറ്റെടുക്കുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.